ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആധുനിക റിലേഷൻഷിപ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. ആധുനിക റിലേഷൻഷിപ്പ് സെറ്റുകൾ തകരാനുള്ള കാരണം ഇതാണ്, ലാക്ക് ഓഫ് ഇമോഷണൽ മെച്യൂരിറ്റി. ഐ ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ദി ഇമോഷൻസ് ഐ ഷോ. ഞാനൊരു വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഐ വിൽ ഷോ എ ലോട്ട് ഓഫ് തിങ്സ്. എനിക്ക് ഐ നീഡ് മൈ പാർട്ട്ണർ ടു ബി വിത്ത് മീ, ഐ നീഡ് ദാറ്റ് ലോങ്ങിനെസ്, ഐ നീഡ് ദാറ്റ് ബോണ്ടിങ്, ഐ നീഡ് ദാറ്റ് അഫെക്ഷൻ. ഇതെല്ലാം എനിക്ക് ആവശ്യമുണ്ട്. പലപ്പോഴും ചില സമയത്തൊക്കെ ഇതൊക്കെ എനിക്ക് കിട്ടാതെ വന്ന ആളായിരിക്കാം. വാട്ട് വി ഡു നോട്ട് ഗെറ്റ് ദാറ്റ് വി ലുക്ക് ആഫ്റ്റർ ഓർ വി ലുക്ക് ഫോർ. നമുക്കില്ലാത്തതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇപ്പോഴും ഉള്ളത് വീണ്ടും അന്വേഷിച്ച് നടക്കില്ല. അപ്പം ആ റിലേഷൻഷിപ്പിൽ ഞാൻ കുറേ കാര്യങ്ങൾ നോക്കുന്നത്, യെസ് പലപ്പോഴും ആ കാര്യങ്ങൾ എനിക്ക് കിട്ടാതെ വന്നിട്ടുള്ളതായിരിക്കും. പക്ഷേ ഞാൻ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ആ റിലേഷൻഷിപ്പിലേക്ക് കയറി കഴിയുമ്പോൾ ഞാൻ അവിടെ എക്സിബിറ്റ് ചെയ്യുന്ന കുറേ ബിഹേവിയേഴ്സ് ഉണ്ട്. ഒന്നിൽ ഞാൻ ഹൈലി പോസസീവ് ആയിരിക്കും, അതുമല്ല എങ്കിൽ ഞാൻ ഹൈലി കൺട്രോളിങ് ആയിരിക്കും, അതുമല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മാനിപ്പുലേറ്റീവ് ആയിരിക്കും, അതുമല്ലെങ്കിൽ മേ ബി പോസിറ്റീവ് ഇമോഷൻസ് ആവും. ഐ വിൽ ബി വെരി മച്ച് ലവിങ്, ഐ വിൽ ബി കെയറിങ്. പക്ഷേ ആ റിലേഷൻഷിപ്പിൽ ഞാൻ എന്ത് കാണിച്ചാലും ഐ ഷുഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ഇറ്റ്. ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി, ഐ എം റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്, നോട്ട് മൈ പാർട്ട്ണർ. സോ ഞാൻ ആ റിലേഷൻഷിപ്പ് കയറുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്താണ്, വാട്ട് ഡു ഐ എക്സ്പെക്ട് ഫ്രം മൈ പാർട്ട്ണർ, ഹൂ ആം ഐ ആൻഡ് വാട്ട് ഈസ് ദ കൈൻഡ് ഓഫ് പേഴ്സൺ ദാറ്റ് ഐ ലുക്ക് ഫോർ. ഇത് ചോദ്യങ്ങളുടെ എല്ലാം ഒരു അത്യാവശ്യം ഒരു ചെറിയ ആൻസറുകൾ എൻ്റെ ഉണ്ടാവണം. ഇതല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഒരാളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കയറും, ദാറ്റ് ബിക്കംസ് എ പ്രോബ്ലം. അപ്പോൾ ദർ ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് കോട്ട് ഉണ്ട്, എ ലോട്ട് ഓഫ് മെൻ ഫെൽ ഇൻ ടു ട്രബിൾ ബിക്കോസ് ദേ മാരിഡ് ബ്യൂട്ടിഫുൾ വിമൻ. എ ലോട്ട് ഓഫ് വിമൻ ഫെൽ ഇൻ ടു ട്രബിൾ ബിക്കോസ് ദേ മാരിഡ് വെൽത്തി മെൻ. ഇതിൽ ബ്യൂട്ടിഫുൾ വിമൻ, വെൽത്തി മെൻ പ്രശ്നമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ സൗന്ദര്യം മാത്രം നോക്കി കെട്ടിയവർക്കും സാമ്പത്തികം മാത്രം നോക്കി കെട്ടിയവർക്കും eventually they can fall into trouble, because that is not the only factor. There are other factors to play in the relationship also.